ലോകത്തിലെ ഏറ്റവും വിശുദ്ധമായ കത്തോലിക്ക ദേവാലയങ്ങളിൽ ഒന്നായിട്ടാണ് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയെ കണക്കാക്കുന്നത്. ഇറ്റാലിയൻ നവോത്ഥാന വാസ്തുവിദ്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർമ്മിതികളിൽ ഒന്നും സെന്റ് പീറ്റേഴ്സാണ്. അളവനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ പള്ളിയും ഇതുതന്നെ. 1506 ഏപ്രിൽ 18 നിലവിലുള്ള ബസിലിക്കയുടെ നിർമ്മാണം ആരംഭിച്ചത്. മൈക്കലാഞ്ചലോ, ഡൊണാറ്റോ ബ്രമാൻഡെ, കാർലോ മെഡർണോ എന്നിവരുടെ സർഗവൈഭവത്തിന്റെ മകുടോദാഹരണമാണ് ഈ ദേവാലയം. 1626 നവംബർ 18 നിർമ്മാണം പൂർത്തിയായത്. എങ്കിലും AD 318 മുതൽക്കുള്ള ചരിത്രം ഈ ദേവാലയത്തിനുണ്ട്. കാരണം അന്നാണ് വിശുദ്ധ പത്രോസിന്റെ ബഹുമാനാർത്ഥമുള്ള ദേവാലയത്തെക്കുറിച്ചുള്ള ചിന്തകൾ ആരംഭിച്ചതും ദേവാലയ നിർമ്മാണത്തിനുള്ള നടപടികൾ ആരംഭിച്ചതും. അങ്ങനെ നിർമ്മിച്ച ദേവാലയം കോൺസ്റ്റന്റൈൻ ബസിലിക്ക എന്നാണ് അറിയപ്പെട്ടത്. പോൾ 5 മാർപ്പാപ്പയുടെ കാലം വരെ കോൺസ്റ്റന്റൈൻ ബസിലിക്ക നിലനിന്നിരുന്നു. ഒടുവിലത് പൊളിച്ചു മാറ്റപ്പെടുകയായിരുന്നു. പിന്നീട് 1200 വർഷങ്ങൾ പ്രത്യേകിച്ച് യാതൊന്നും സംഭവിക്കാതെ കടന്നുപോയി. അതിനുശേഷമാണ് ജൂലിയസ് 2 മാർപ്പാപ്പയുടെ കാലത്ത് ദേവാലയ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരുജ്ജീവിപ്പിക്കപ്പെട്ടതും ഇന്നത്തെ ബസിലിക്ക ജന്മമെടുത്തതും. 23,000 ചതുരശ്ര മീറ്റർ വിസ്തീർണമാണ് ബസിലിക്കയ്ക്കുള്ളത്. 15,000 മുതൽ 80,000 വരെ ആളുകൾ ഉൾക്കൊള്ളാനും കഴിയും. ഇതിൽ 45 അൾത്താരകളും 11 ചാപ്പലുകളുമുണ്ട്. ചാപ്പൽ ഓഫ് പയറ്റി, സെന്റ് സെബാസ്റ്റിനോ ചാപ്പൽ, ബ്ലെസ്ഡ് സാക്രമെന്റൽ, ഗ്രിഗറി 13 പാപ്പയുടെയും ഗ്രിഗറി 14 പാപ്പയുടെയും സ്മാരകങ്ങൾ, മെറ്റിൽഡ ഓഫ് കനോസ, ഇന്നസെന്റ് 12 പാപ്പയുടെ സ്മാരകം, ക്രിസ്റ്റീന ഓഫ് സ്വീഡന്റെയും പായസ് 12 പാപ്പയുടെയും സ്മാരകം എന്നിവയാണ് ചാപ്പലുകളിൽ ഉൾപ്പെടുന്നത്. ബസിലിക്കയ്ക്കുള്ളിലെ ആദ്യ ചാപ്പലിലാണ് മൈക്കലാഞ്ചലോയുടെ വിശ്വപ്രസിദ്ധമായ പിയാത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഈ അതുല്യ സൃഷ്ടിയുടെ നിർമ്മാണം പൂർത്തിയാക്കുമ്പോൾ മൈക്കലാഞ്ചലോയ്ക്ക് 22 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. ലോകം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ചേറ്റവും മികച്ച കലാസൃഷ്ടികളിൽ ഒന്നായിട്ടാണ് പിയാത്തെ വിലയിരുത്തപ്പെടുന്നത്. വർഷത്തിലെ വിവിധ ദിവസങ്ങളിലെ തിരുക്കർമ്മങ്ങളിൽ മാർപ്പാപ്പ കാർമ്മികനാകുന്ന ബസിലിക്ക കൂടിയാണ് ഇത്. പേപ്പൽ ബസിലിക്കകളിൽ ഒന്നാണ് സെന്റ് പീറ്റേഴ്സ്. റോമിലെ 4 മേജർ ബസിലിക്കകളിൽ ഒന്നും. സെന്റ് ജോൺ ലാറ്ററൻ, സെന്റ് മേരി മേജർ, സെന്റ് പോൾ എന്നിവയാണ് മറ്റു ബസിലിക്കകൾ. എന്നാൽ മറ്റ് പേപ്പൽ മേജർ ബസിലിക്കകളിൽ നിന്ന് വ്യത്യസ്തമായി സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക വത്തിക്കാൻ സിറ്റിയുടെ അധികാരപരിധിയിലാണ് വരുന്നത്. ചരിത്രപരവും വാസ്തുവിദ്യാപരവുമായ പ്രത്യേകതകൾ മൂലം 1984 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലും സെന്റ് പീറ്റേഴ്സ് ഇടം പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും കത്തോലിക്ക സഭയുടെ മാതൃദേവാലയമോ റോം രൂപതയുടെ കത്തീഡ്രലോ അല്ല സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക. റോം രൂപതയുടെ കത്തീഡ്രൽ സെന്റ് ജോൺ ലാറ്ററൻ ആർച്ച് ബസിലിക്കയാണ്. മേജർ പേപ്പൽ ബസിലിക്കയുടെ പദവി വഹിക്കുന്ന ലോകത്തിലെ 4 ദേവാലയങ്ങളിൽ സെന്റ് ജോൺ ലാറ്ററൻ ആർച്ച് ബസിലിക്കയ്ക്ക് ശേഷം 2ാം സ്ഥാനമേ സെന്റ് പീറ്റർ ബസിലിക്കയ്ക്കുള്ളൂ. അപ്പസ്തോല പ്രമുഖനും ആദ്യ മാർപ്പാപ്പയുമായ പത്രോസിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ്. ഇതുകൊണ്ടാണ് മാർപ്പാപ്പമാർ ഉൾപ്പെടെയുള്ള കർദിനാൾമാരെയും മെത്രാന്മാരെയും വരെ ഇവിടെ അടക്കം ചെയ്തിരിക്കുന്നത്. 91 മാർപ്പാപ്പമാർ ഉൾപ്പെടെ 100-ലധികം ശവകുടീരങ്ങളാണ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലുള്ളത്. ഏറ്റവും ഒടുവിൽ ഇവിടെ അടക്കം ചെയ്യപ്പെട്ട മാർപ്പാപ്പ ബെനഡിക്ട് 16 പാപ്പയായിരുന്നു.